Hello students, welcome back to my channel NCERT Malayalam. നമ്മളിത് പഠിക്കുന്നത് NCERT ക്ലാസ് 10th ബയോളജി 9th ചാപ്റ്റർ ആയിട്ടുള്ള ഹെറിഡിറ്റി ആൻഡ് ഇവല്യൂഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ 12th സ്റ്റാൻഡേർഡിൽ എനിക്ക് 2 ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും റീപ്രൊഡക്ഷനെ കുറിച്ചൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വേറെ ഇൻഡിവിജ്വൽസിനെ ഗീവ് റൈസ് ടു പ്രൊഡ്യൂസസ് സിമിലർ ഓഫ്സ്പ്രിങ് ഇസ് കോൾഡ് റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് പറയുന്ന പോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏകദേശം ക്ലോൺസ് ഫോം ചെയ്യും. ക്ലോൺസ് എന്ന് പറയുമ്പോൾ ഒരുപോലെ രൂപസാദൃശ്യവും മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ളവയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ വേരിയേഷൻ ഇൻ സ്പീഷീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷനാണ് പിന്നെ പുതിയ ന്യൂ ഇൻഡിവിജ്വൽസിനെ ഗീവ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റെബിലിറ്റി ആൻഡ് അഡാപ്റ്റേഷൻ, അതായത് ഒരു ജീവിയെ അതിൻ്റെ എൻവയോൺമെൻറ്റ് അഡാപ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻസ് എങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഫ്രം ദ പ്രീവിയസ് ജനറേഷൻ പ്രൊവൈഡ്സ് ബോത്ത് എ കോമൺ ബേസിക് ബോഡി ഡിസൈൻ ആൻഡ് സബ്റ്റിൽ ചേഞ്ചസ് ഇൻ ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അല്ലേ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സിനെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല, പക്ഷേ എല്ലാവർക്കും എന്തുണ്ട്, ഒരേപോലത്തെ ഫിസിക്കൽ ഒരു ഡിസൈൻ ഉണ്ട്, ബോഡി ഡിസൈൻ ഉണ്ട്, 2 കാലുകളുണ്ട്, 2 കൈകളുണ്ട്, പിന്നെ നമ്മുടേതായിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണെന്ന് പറയുന്നത് എന്ത് ബേസിക് ആയിട്ടുള്ള ബോഡി ഡിസൈൻസ് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ജനറേഷൻ വിൽ ഹാവ് ഡിഫറൻസസ് ദാറ്റ് ദേ ഇൻഹെറിറ്റ് ഫ്രം ദ ഫസ്റ്റ് ജനറേഷൻ ആസ് വെൽ ആസ് ന്യൂലി ക്രിയേറ്റഡ് ഡിഫറൻസസ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ കുറച്ച് ക്യാരക്ടേഴ്സും ഉണ്ടാകും. അത് പുതിയതായിട്ടുള്ള ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇൻ ഫിഗർ 9.1 would represent the situation of a single individual reproduces as happens in the asexual reproduction. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താ പറയുന്നത് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെ തന്നെ 2 സിംഗിളായിട്ട് ഒരു ഇൻഡിവിജ്വൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ജനറേഷൻ എന്ത് ചെയ്തു, വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായി, സിമിലർ ആയിട്ടുള്ള ഓരോ ഡിസൈൻസും ബോഡി ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. ഡിഫറൻസസ് വളരെ കുറവാണ്. സോ ഇഫ് 1 bacterium divides and then the resultant 2 bacterium divide again, the 4 individual bacteria generated would be very similar അല്ലേ. ഈ ഉണ്ടായിരിക്കുന്ന ഫസ്റ്റ് ബാക്ടീരിയത്തിൽ നിന്ന് എന്ത് ചെയ്തു, 2 ബാക്ടീരിയം പിന്നെ ഉണ്ടായി, പിന്നെ അതിന് ശേഷം ഇത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് 4 ബാക്ടീരിയാസ് ഉണ്ടായി, പക്ഷേ അതൊക്കെ എന്താണ്, സിമിലർ ആണ്. ദർ വുഡ് ബി ഓൺലി വെരി മൈനർ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം ജനറേറ്റഡ് ഡ്യൂ ടു സ്മോൾ ഇനക്യുറസീസ് ഇൻ DNA copying. However, if sexual reproduction is involved, even greater diversity will be generated. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ എന്താണ്, ഒരുപാട് ഗ്രേറ്റർ വെറൈറ്റി അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഡു ഓൾ ദീസ് വേരിയേഷൻസ് ഇൻ സ്പീഷീസ് ഹാവ് ഈക്വൽ ചാൻസസ് ഓഫ് സർവൈവിങ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ഫൈൻഡ് ദംസെൽസ്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ എല്ലാ സ്പീഷീസിനും ഒരുപോലത്തെ ചാൻസ് ആണോ ഈ സർവൈവ് ചെയ്യാനുള്ളത്? അല്ല, ഒബ്വിയസ്ലി നോട്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേരിയേഷൻ, അപ്പോൾ വേരിയേഷൻ അനുസരിച്ചാണ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലിന് അവയുടേതായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്. ബാക്ടീരിയ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹീറ്റ് വിൽ സർവൈവ് ബെറ്റർ ഇൻ എ ഹീറ്റ് വേവ്. അപ്പോൾ ഹീറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ബാക്ടീരിയ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് തെർമോഫിലസ് ഒക്കെ. അപ്പോൾ തെർമോഫിലസ് എന്ന് പറയുന്ന പേരുകൊണ്ട് നമുക്ക് മനസ്സിലാകും അതിനെന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബാക്ടീരിയസിനൊക്കെ ഹീറ്റ് വേവിലും എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ഓഫ് വാരിയൻസ് ബൈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഫോംസ് ദ ബേസിസ് ഓഫ് ഇവല്യൂഷണറി പ്രോസസ്. അപ്പോൾ ഇവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പരിണാമത്തിൻ്റെ ബേസിക്കായിട്ട് ഈ വേരിയൻസിനെ സെലക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റിംഗ്, സെലക്ഷൻ ഓഫ് വേരിയൻസ് ബൈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഫോംസ് ദി ബേസിക്സ് ഫോർ ഇവല്യൂഷണറി പ്രോസസ്സ്. ഓക്കെ, ഇനി ഹെറിഡിറ്റി എന്താണെന്ന ക്വസ്റ്റ്യന് അതിൻ്റെ മുന്നേ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ if a trait A exists in 10% of a population of a asexually reproducing species and trait B exists in the 60% of the same population, which trait is likely to have arisen earlier? അപ്പോൾ ഒരു പോപ്പുലേഷനിൽ 10% ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ബി പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് 60% പോപ്പുലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എത്ര കാലം മുന്നേ ഉണ്ടായതാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വന്നത് ഏത് ക്യാരക്ടറാണ്. ഒബ്വിയസ്ലി 60% ഓഫ് പോപ്പുലേഷനിൽ എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അതെന്ത് ചെയ്യും, ഓരോ ജനറേഷൻ കഴിഞ്ഞ് അതിങ്ങനെ കോപ്പി ചെയ്ത് അവസാനം എന്തായി 60% ഓഫ് ഇൻഡിവിജ്വലിൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ ഡസ് ദ ക്രിയേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ എ സ്പീഷീസ് പ്രൊമോട്ട് സർവൈവൽ? എങ്ങനെയാണ് വേരിയേഷൻസ് എന്ത് ചെയ്യുക, സർവൈവൽ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. കാരണം വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേരിയേഷൻസ് കാരണമാണ് ഓരോ ഹാബിറ്റാറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് അവയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനോ അവയ്ക്ക് അതിനകത്ത് സർവൈവ് ചെയ്യാനും സഹായിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഹെറിഡിറ്റി ആണ്. 9.2 ടോപ്പിക്കാണ് ഹെറിഡിറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ പാരമ്പര്യം എന്നൊക്കെ പറയും. അപ്പോൾ ഹെറിഡിറ്റിയിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടേതായിട്ടുള്ളൊരു ട്രെയിറ്റ്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രെയിറ്റുകളായിരിക്കും അല്ലേ വീട്ടിലെല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ചില ആൾക്കാർക്ക് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ അലർജി ആയിരിക്കും അല്ലേ. പ്രോൺസും അതുപോലെ സീ ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലതൊക്കെ അലർജി ആവും. അതെന്തായിട്ടുണ്ടാവും, ചിലപ്പോൾ ജനറേഷൻ ടു ജനറേഷൻ കിട്ടിയതായിരിക്കും. നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനൊരു ട്രെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ കാണുന്ന ഈ ഇയർ ലോബ്സ്, ഫ്രീ ആൻഡ് അറ്റാച്ച്ഡ് ഇയർ ലോബ്സ്. നിങ്ങളിൽ അധികം ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, ചില അധികം ആൾക്കാർക്കും ഫ്രീ ലോബ്സ് ആയിരിക്കും, പക്ഷേ ചില ആൾക്കാരിൽ എന്ത് കാണാം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇയർ ലോബ്സ് കാണാൻ പറ്റും. അതൊരു ഹെറിഡിറ്റിയുടെ എക്സാമ്പിളാണ്. അതിൽ 9.2.1 അതിനകത്ത് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. വാട്ട് എക്സാക്ട്ലി ഡു വി മീൻ ബൈ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്? വി നോ ദാറ്റ് എ ചൈൽഡ് ബിയേഴ്സ് ഓൾ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഹൗവർ ഇറ്റ് ഡസ് നോട്ട് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ഇറ്റ്സ് പാരൻസ് ആൻഡ് ഹ്യൂമൻ പോപ്പുലേഷൻ ഷോ എ ഗ്രേറ്റ് ഡീൽ ഓഫ് വേരിയേഷൻ. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ബേസിക് ഫീച്ചറായിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എന്താണ്, എല്ലാവരും ഒരുപോലെ അല്ല. എല്ലാവരും എന്ത് ചെയ്യും, പാരൻസിൻ്റെ പോലെ സിമിലർ ആണെങ്കിലും ഒരുപോലെ അല്ല. നമുക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആക്ടിവിറ്റി 9.1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർ ലോബ്സ് ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൽ. അതിനകത്ത് നോക്കണം, ഫ്രീ ലോബ്സ് നോക്കണം, അറ്റാച്ച്ഡ് ലോബ്സും കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിൽ ഇവരുടെ പാരൻസിന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. അങ്ങനെ ബേസ്ഡ് ഓൺ ദിസ് എവിഡൻസ് സജസ്റ്റ് എ പോസിബിൾ റൂൾ ഫോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഇയർ ലോബ് ടൈപ്സ്. അപ്പോൾ ഈ ഇയർ ലോബ് ടൈപ്സിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൂൾ സജസ്റ്റ് ചെയ്യണം. അത് പാരൻസിൽ നിന്നാണോ ഗ്രാൻഡ് പാരൻസിൽ നിന്നാണോ എങ്ങനെയൊക്കെയാണ് ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, കൊറോണ സിറ്റുവേഷനിൽ സ്കൂളുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള കാര്യങ്ങളും. അപ്പോൾ ഈ വേരിയേഷൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഹെറിഡിറ്റി എന്നുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പഠിക്കുന്ന നമുക്ക് മെൻഡലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഓരോ ട്രെയ്റ്റുകൾ, ഇൻഹെറിറ്റൻസ് ഓഫ് ട്രെയ്റ്റുകൾ എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഭാവിയിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മനസ്സിലാക്കാൻ നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലീസ് കമൻറ്റ് ടു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരിവൺ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ.